കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലാണ് പ്രഖ്യാപനം നടത്തിയത്. നിയമസഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നടപടിക്രമങ്ങളുടെ ലംഘനമാണ് പ്രത്യേക സഭാ സമ്മേളനം എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. സഭയിൽ ഒരു ചർച്ചയുമില്ലാതെയാണ് മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം പ്രസ്താവന നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. കേരളത്തിൽ ഗ്രാമീണ മേഖലയിൽ 90.75%, നഗരമേഖലയിൽ 88.89% ജനങ്ങൾ ദാരിദ്ര്യരേഖ താഴെയായിരുന്നു. അതായത് അക്കാലത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യരേഖ താഴെയായിരുന്നത് കേരളത്തിലായിരുന്നു. അവിടെ നിന്നാണ് കേരളം ഇന്ന് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി തലയുയർത്തി നിൽക്കുന്നത്. ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തും MS വീണയും ചേരുന്നു. ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രതിപക്ഷം നിശിതമായി തന്നെ എതിർക്കുകയായിരുന്നു. നിയമസഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കി മാറ്റി എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തി. എന്താണ് മറ്റ് വിവരങ്ങൾ? പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ, അതായത് നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ നടപടിയെ എതിർത്ത് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം, അതായത് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് നടത്തുന്ന അത് തെറ്റാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ, ശുദ്ധ തട്ടിപ്പ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെ വിശേഷിപ്പിച്ചത്. റൂൾ 300 പേരിലാണ് ഈ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. എന്നാൽ പത്രങ്ങളിലടക്കം വാർത്തയായ എന്നൊരു കാര്യം മുഖ്യമന്ത്രി എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ നടപടിയോട്, നിലവിലെ ഈ പ്രത്യേക നിയമസഭാ സമ്മേളന നടപടിയോട് തങ്ങൾക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അതിനുശേഷം, അതായത് ഈ പ്രതിപക്ഷം ഇറങ്ങിയതിനു ശേഷമാണ് പ്രഖ്യാപനമടക്കം ഉണ്ടായത്. മുഖ്യമന്ത്രി കണക്കുകളൊക്കെ നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ വസ്തുത എന്ന് പറയുന്നത്, വലിയ രീതിയിൽ ഈ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ ആനുകൂല്യം നിഷേധിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യം ആണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. അതായത് പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളടക്കം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഈ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാകും. അതായത് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് ഷണ്ടിന്റെ പേരിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊഴിയുന്ന നിലയിൽ, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ മേനിലടിക്കുന്ന ഭാഗമായിട്ട് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. നമുക്കറിയാം, പല കേന്ദ്ര പദ്ധതികളടക്കം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ദാരിദ്ര്യ മേഖലയ്ക്ക് താഴെയുള്ളവർക്ക് അടക്കമുള്ളവർക്കുള്ള പദ്ധതികളുണ്ട്. ഈ പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ അത്തരം പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമായിട്ടാണ് ഇത്രയും ജനങ്ങളടക്കം കാണുന്നത്. വലിയ രീതിയിൽ വിമർശനം ഈ രീതിയിൽ ഉയർന്ന സാഹചര്യമുണ്ട്. കാരണം ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് സർവേ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സർവേകൾ എന്താണ് നടത്തിയത് എന്നതൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതെന്നൊരു ചോദ്യചിഹ്നം ഉയരുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിമർശനമായിട്ട് ഉയരുന്ന കാര്യങ്ങൾ ഇതാണ്, പല പദ്ധതികളും നഷ്ടപ്പെടുന്ന നിലയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ജനങ്ങൾക്ക് ഈ ഒരു പ്രഖ്യാപനം കൊണ്ടുണ്ടാകുന്നത്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്, ദാരിദ്ര്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾക്ക് അവർക്കുള്ള ആനുകൂല്യം, നിലവിൽ ലഭിക്കുന്ന കേന്ദ്ര പദ്ധതികൾ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിച്ചേരുമെന്നതല്ലാതെ ഇതുകൊണ്ട്
അതുകൊണ്ട് ഈ പ്രഖ്യാപനം കൊണ്ട് യാതൊരുവിധ ഗുണവുമില്ല എന്നാണ് അതെ, ശരി പ്രശാന്ത്. MS വീണ കൂടി ചേരുന്നുണ്ട്. വീണ, അത് തന്നെയാണ് ഈ പ്രഖ്യാപനം കൊണ്ട് ആർക്ക് എന്ത് നേട്ടം എന്നുള്ളതാണ്. യാതൊരു മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനമില്ലാത്ത ഒരു കണക്ക് പറയുന്നു. അവർ അതിദരിദ്ര മുക്തരായി എന്ന് പറയുന്നു. അതുകൊണ്ട് കേരളം അതീവ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി എന്ന് ഒരു സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ വസ്തുത എന്ത്, യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് ഇപ്പോഴും വിദഗ്ധരടക്കം സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സഭയിൽ അത് പ്രഖ്യാപിക്കുന്നു. ഇന്ന് വൈകിട്ട് ഔദ്യോഗികമായി പൊതുജനത്തിന്റെ ഇടയിലേക്ക് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. തീർച്ചയായും രോഹിണി, ഇന്ന് വൈകിട്ടാണ് പൊതുപരിപാടി ഉള്ളത്. താരനിബിഡമാണ്, താരപ്രഭയിലാണ് ഈ ഒരു പരിപാടി നടക്കുക എന്നുള്ളതാണ്. തലസ്ഥാനത്ത് ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു തിരക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താരരാജാക്കന്മാരായ മോഹൻലാലും ജയറാം അതുപോലെ തന്നെ കമലഹാസൻ അടക്കമുള്ള താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി എത്തുകയും ചെയ്തു. വലിയ തരത്തിൽ സർക്കാരിന്റെ പരിപാടിയെ മാറ്റി വലിയ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ വലിയൊരു വിജയമായി സർക്കാർ കാട്ടുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട തദ്ദേശ നിയമസഭ തിരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് ഭാവിയിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ജനങ്ങൾക്ക് അത് ദോഷം ചെയ്യുമെന്ന കാര്യം കൂടി ഉറപ്പാണ്. ഇതാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദഗ്ധരടങ്ങുന്ന സംഘം കത്ത് നൽകിയിരുന്നു. ജനൻ ടിവിയോടക്കം സാമ്പത്തിക രംഗ വിദഗ്ധ മേരി ജോർജ് അടക്കം പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഈ വിഷയം വലിയ തരത്തിൽ ജനങ്ങളെ ദോഷം ചെയ്യും. നിലവിലെ സംസ്ഥാനത്തെ ധനസ്ഥിതി അടക്കം പരിശോധിക്കുകയാണെങ്കിൽ മോശം സ്ഥിതിയിലാണ് പോയിക്കൊണ്ട്. ആ ഒരു ധനസ്ഥിതി വെച്ച് ഇപ്പോൾ ഈ ഒരു സ്ഥിതി, അതായത് അതിദരിദ്ര മുക്ത കേരളമാകുന്ന ഒരു സാഹചര്യം ആയിട്ടില്ല കേരളത്തിന്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങളെ ദോഷമായി ബാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടടക്കം പരിശോധിച്ച് ഇപ്പോൾ തലസ്ഥാന നഗരി പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ. അത് മാത്രമല്ല കേരളത്തിലെ ഏത് ജില്ലകളിൽ നമ്മൾ സഞ്ചരിച്ചാലും പൊതുജനങ്ങൾക്ക് അത് തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ പ്രധാന നിരത്തുകൾ പരിസരത്തടക്കം ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് കൈ നീട്ടുന്ന വയോധികരെ നമുക്ക് കാണാം. ചെറുപ്പക്കാരടക്കം തൊഴിലില്ലായ്മ വലിയ രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അടിസ്ഥാന വർഗത്തിന്റെ ജീവിതത്തിന് ഉന്നമനം ഉണ്ടാകാതെ തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ എന്ന് പറയുന്ന സർക്കാർ തന്നെ ഇത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ സർക്കാരിന് അത് ഗുണകരമായിട്ട് സർക്കാർ അത് മാറ്റുമ്പോൾ അത് ദോഷം ചെയ്യുന്നത് സാധാരണ ആൾക്കാരെയാണ്. അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണെന്നുള്ള വിമർശനങ്ങളടക്കം ഉയരുന്നുണ്ട്. ഈ പ്രഖ്യാപനം കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ടോ, കണക്കുകൾ ശേഖരിച്ചിട്ടുണ്ടോ, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുന്നതെന്നുള്ള ചോദ്യങ്ങളടക്കം നിരവധി ചോദ്യങ്ങൾ സാമൂഹിക സാമ്പത്തിക രംഗത്തുള്ളവർ ഉയർത്തുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള സാമൂഹിക വിരുദ്ധരടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. സർക്കാർ കൃത്യമായിട്ട് മറുപടി പറയേണ്ടത് വേണം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊന്നും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് രോഹിണി. ഈ നമുക്കറിയാം നാട്ടിലടക്കം നമ്മൾ ഈ റേഷൻ കാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായി കാണുന്നതാണ് ഈ ദാരിദ്ര്യരേഖ കണക്കാക്കുന്നത്. അതിൽ സാധാരണക്കാർക്ക് ഈ ഭക്ഷണം ധാന്യ വസ്തുക്കളൊക്കെ 3 രൂപയ്ക്കും 2 രൂപയ്ക്കുമൊക്കെ സംസ്ഥാന പദ്ധതികളിൽ വീഴ്ച വരുമ്പോൾ പോലും കേന്ദ്ര പദ്ധതികളാണ് ജനങ്ങൾക്ക് താങ്ങാകുന്നത്. കേന്ദ്ര പദ്ധതികളുടെ തണലിലാണ് സാധാരണക്കാർ ജീവിച്ചു പോകുന്നത്. തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ തന്നെ ഈ ഭക്ഷ്യ പദ്ധതികൾ അത് വലിയ തരത്തിലുള്ള ജീവിത നിലവാരം ഉയർത്താൻ സംസ്ഥാനത്ത് അത് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം കേരളത്തിലടക്കം അതിന്റെ ഗുണങ്ങൾ കിട്ടി തുടങ്ങിയപ്പോൾ അത് വലിയ തരത്തിൽ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന ആശ്വാസപ്രദമാകുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. സംസ്ഥാന സർക്കാർ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ തൊട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ഓണം മുമ്പുള്ള കാലഘട്ടങ്ങളിലടക്കം കാരുണ്യ പദ്ധതികൾ പരാജയപ്പെടുന്ന സാഹചര്യം, ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങുന്ന സാഹചര്യം, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ജനതയാണുള്ളത്. എന്നാൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യത്തോട്ട് നടത്തുമ്പോൾ അത് ദോഷം ചെയ്യുന്നത് പൊതുജനത്തെയാണ്. ഇത് പൊതുജനങ്ങൾ ഇതിൽ വീഴരുതെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് സാമ്പത്തിക വിദഗ്ധരടക്കം. ഇന്ന് വൈകിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പരിപാടികൾ ഉണ്ടാകുക. ആ പരിപാടികൾ നടക്കുമ്പോൾ പോലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് സർക്കാരിന്റെ പ്രഖ്യാപനത്തിനെതിരെ വിമർശനം ഉയരുകയാണ് രോഹിണി. ശരി, പ്രശാന്തും വീണയുമാണ് വിവരങ്ങൾ നൽകിയത്.